VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമായി വികസനോത്സവം 2025 എന്ന പ്രത്യേക പരിപാടി ഒരുക്കി എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അംഗത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NA കരീം ഉദ്ഘാടനം ചെയ്തു. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമായി വികസനോത്സവം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവർ വികസനോത്സവത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ പഞ്ചായത്തിലെ കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വികസനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. കബീർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജു ശിവദാസ് ആമുഖാവതരണവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ജോർജ് മാത്യു മുഖ്യപ്രഭാഷണവും നടത്തി. ജനപ്രതിനിധികളായ CK ബഷീർ, ജംഷീന, B. സഫിയ, TT റഹ്മത്ത്, ഹസീന റാഫി, NP മുഹമ്മദ് അലി, നാസർ എരുത്ത, U. മുഹമ്മദ് റിയാസ, ബീനുക്കുട്ടൻ, PM രാജേഷ്, ഷബിന, CDS ചെയർപേഴ്സൺ ഷീജ സുരേഷ്, ചാലിൽ ബാബു, O. അനിൽ പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. നമുക്കിനിയും മുന്നോട്ട് പോകണം, തുടർച്ചയുണ്ടാവണം. ആ തുടർച്ച എന്ന് പറയുന്നത് വികസനത്തിന്റെ തുടർച്ചയാണ്. ആ തുടർച്ച എന്ന് പറയുന്നത് ആരോഗ്യരംഗത്തെ വികസനത്തിന്റെ തുടർച്ചയാണ്. ആ തുടർച്ച എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തിന്റെ തുടർച്ചയാണ്. അങ്ങനെ തുടർച്ചയുണ്ടാകുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് സ്വപ്നം കാണണം. ആ സ്വപ്നത്തോടുകൂടി കക്ഷി രാഷ്ട്രീയ ചിന്തകളിൽ നിന്ന് അതീതമായി നാടിന്റെ വികസന സാക്ഷാത്കാരത്തിന്റെ പോരാട്ടങ്ങൾക്ക് പങ്കുചേരാൻ നമുക്ക് ഒന്നിച്ച് സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ നിറഞ്ഞ ഈ സദസ്സിൽ എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണാധികാരികൾ എല്ലാവരും, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മുഴുവൻ, ഞാൻ പറയട്ടെ, നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെയാണ്. പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണസമിതി ഒന്നാണ്. പിന്നെ നമ്മൾ ആലങ്കാരികമായി പറയും പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുമെങ്കിലും പിന്നീട് ഒറ്റപക്ഷമേ ഉള്ളൂ. ആ പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളെയും ഒരുപോലെ നിയന്ത്രിക്കപ്പെടാനും ഒരുപോലെ വികസന സാധ്യതകൾ കണ്ടെത്തുവാനും നടപ്പാക്കാനും കഴിയുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് പഞ്ചായത്ത് ബോർഡ് നിലനിൽക്കേണ്ടത്. അങ്ങനെ നിലനിന്നിട്ടുള്ളൊരു ബോർഡ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അഭാവുകങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ധന്യമായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.